ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സച്ചിയെ ആൻ്റണി ഒരു കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. വെറും കെണിയല്ല, ഒരു വൻ കെണി. സ്ത്രീ പീഡനത്തിനെതിരെ സച്ചിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ആൻ്റണി ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതി കിട്ടേണ്ട താമസം നമ്മുടെ പോലീസുകാരെല്ലാവരും കൂടി സച്ചിയെ പൊക്കിയെടുക്കുവാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി ആൻ്റണിയുടെ ഓഫീസിൽ കയറി ആൻ്റണിയെ തല്ലിയായിരുന്നു. കാരണം ദേവു സച്ചിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതിയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ ആൻ്റണിയാണോ എന്ന് സംശയമുണ്ടെന്ന്. കാരണം ശരത്തും ആൻ്റണിയും തമ്മിലുള്ള സംഭാഷണം ദേവു കേട്ടായിരുന്നേ. അപ്പോൾ സച്ചിക്കും ആ സംശയം നല്ലോണം വർദ്ധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് ഒരു പ്രശ്നം ആൻ്റണിയും സച്ചിയും തമ്മിൽ ഉണ്ടായിരുന്നല്ലോ. ഒരു വീട്ടിൽ കയറി ആൻ്റണി പൈസ പലിശക്കാശ് മേടിക്കാൻ നേരത്ത് സച്ചി ഇടപെട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അന്ന് ആൻ്റണിക്കിട്ട് നല്ലവണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പക തീർക്കാനായിരിക്കും ആൻ്റണി മിക്കവാറും രേവതിയെ ആക്സിഡൻറ്റിൽ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ സച്ചിയുടെ മനസ്സിലോട്ട് പോവാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം വെച്ച് സച്ചി നേരെ ആൻ്റണിയുടെ ഓഫീസിൽ പോയിട്ട് ആൻ്റണിയെ കുറേ ഇടിക്കുവാണ്. അപ്പോൾ അവിടെ ഒരു അഞ്ജന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടാവും. ആ പെണ്ണ് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പലിശക്ക് കാശ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ സച്ചി വന്ന പാട ആൻ്റണിയെ പിടിച്ചിടിക്കുമ്പോഴേക്കും അഞ്ജന അതിൽ കയറി ഇടപെടുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ ആൻ്റണിയെ തല്ലുന്നത്? അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണെന്ന് പറയുമോ? വെറുതെ ഓഫീസിൽ കയറി വന്ന് അയാളെ തല്ലുക എന്നൊക്കെ വെച്ചാൽ താൻ എന്തൊരു മനുഷ്യനാടോ എന്നൊക്കെ പറഞ്ഞ് അഞ്ജന ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇവൻ്റെ മേത്ത് കൈവയ്ക്കും എന്ന് പറയുവാണ്. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താടാ സച്ചി അതിനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ അല്ലടാ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കാറിടിച്ച് കയറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എൻ്റെ സച്ചി അത് ഞാനല്ല, ആക്സിഡൻറ്റിന് പിന്നിൽ ഞാനല്ല എന്ന് ആൻ്റണി വാദിക്കുവാണ്. പക്ഷെ സച്ചി അതൊന്നും കേൾക്കുന്നില്ല. ആൻ്റണിയെ വീണ്ടും വീണ്ടും ഇടിക്കുവാണ്. അപ്പോൾ അഞ്ജന വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ ഇയാളാണ് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയെന്ന്? അയാളല്ലെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വിശ്വസിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണിയും ചോദിക്കുന്നുണ്ട്, എടാ സച്ചി നിൻ്റെ തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് പറ, ഞാനാണ് ഈ ആക്സിഡൻറ്റിന് പിറകിലെന്ന്. അപ്പോൾ ഞാനത് സമ്മതിക്കാം എന്നൊക്കെ പറയുവാണേ. അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ്. കാരണം സച്ചിയുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ അഞ്ജന ചോദിക്കുന്നുണ്ട്, ആൻ്റണി എനിക്ക് എൻ്റെ കാശ് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണിക്ക് സന്തോഷമാവുന്നുണ്ട്. കാരണം അഞ്ജന ഇടപെട്ടുകൊണ്ടാണല്ലോ സച്ചി അവിടെ നിന്നും പോയത്. കാരണം സച്ചി പറയുന്നുണ്ടായിരുന്നു, പെണ്ണുങ്ങളുടെ ദേഹത്ത് ഞാൻ കൈ വെക്കത്തില്ല, എൻ്റെ അച്ഛമ്മ എന്നെ അങ്ങനെയാണ് വളർത്തിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ അഞ്ജന ഈ കാര്യത്തിൽ ഇടപെട്ടപ്പോഴേക്കും. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നിൻ്റെ കാശ് ഞാൻ തരാം, പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം. പോലീസ് സ്റ്റേഷനിൽ വന്ന് നീ ഒരു പരാതി കൊടുക്കണം. സച്ചി ഓഫീസിൽ കയറി എന്നെ കയ്യേറ്റം ചെയ്തെന്നും അത് തടയാൻ ചെന്ന നിന്നെ തല്ലിച്ചതച്ചു എന്നും പറഞ്ഞിട്ട് ഒരു പരാതി, സ്ത്രീ പീഡന പരാതി, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കാശ് ഞാൻ അപ്പം തന്നെ തരാം എന്നൊക്കെ ആൻ്റണി പറയുവാണ്. അപ്പോഴേക്കും അഞ്ജന ആ വാക്കിൽ വീഴുവാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിന് തെളിവ് വേണ്ടേ അവൻ എന്നെ തല്ലി എന്നുള്ളതിന്? അപ്പോൾ ആൻ്റണി അതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. 2-3 ബാൻഡേജ് നിന്റെ ദേഹത്ത് ഞാൻ ഒട്ടിച്ചു തരും, പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ വാ നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജനയും കൂട്ടി സ്റ്റേഷനിൽ പോയി പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട്. തടയാൻ ചെന്ന അഞ്ജനയെ ചവിട്ടി ചതച്ചു എന്നും കൈ ഒടിഞ്ഞു എന്നും നെറ്റി പൊട്ടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആൻ്റണിയും മുഖത്തൊരു ബാൻഡേജ് ഒട്ടിച്ചിട്ടൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, ഓ അവൻ്റെ ഭാര്യയെ വണ്ടി ഇടിച്ചിട്ടതിന് അവനൊരു പരാതി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ദേഷ്യമാണോ? പണ്ട് ഗജാനന്ദനായിരുന്നു അവൻ സംശയിച്ചത്, ഇപ്പം നിന്നെയായോ? ഇത് സ്ത്രീ പീഡനമാ കേസ്, ഞാൻ എന്തായാലും അവനിപ്പം തന്നെ കൊണ്ടുവന്ന് ജയിലിൽ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ ആൻ്റണിയും അഞ്ജനയും മടക്കി അയക്കുവാണ്. അവർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പോലീസ് നേരെ പോയി നമ്മുടെ ചന്ദ്രോദയത്തിൽ പോയി സച്ചിയെ പൊക്കിക്കൊണ്ട് വരുവാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോകും. കാരണം രാവിലെ തന്നെ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. സച്ചിയെ വീട്ടിൽ കയറി കോളറിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ച് കൊണ്ടുപോകുന്നു. അച്ചമ്മയൊക്കെ പൊട്ടിക്കരയുവാണ്. എന്താ സാർ, എന്താ എൻ്റെ മോനെ കൊണ്ടുപോകുന്നത്? അവൻ എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിയും കരയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, ഇവൻ എന്ത് തെറ്റാ ചെയ്തതെന്നോ? സ്ത്രീ പീഡനമാ ഇവനെതിരെ വന്ന പരാതി എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഷോക്കാവുകയാണ്. രേവതിയൊക്കെ ഇങ്ങനെ നെട്ടി നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, സ്ത്രീ പീഡനമോ? നിങ്ങളൊന്ന് തെളിച്ച് കാര്യം പറയാമെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, ഇവനെ ഒരു പെണ്ണിനെ കയറി അടിച്ച് ഒരു പരുവാക്കി ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുക, കൈയും കാലും ഒടിഞ്ഞ് അവർ വന്ന് പരാതി തന്നു, അപ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കുക, നമ്മൾ ഇവനെ കൊണ്ടുപോയി ലോക്കപ്പിലിടാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇവൻ ഇന്നേ വരെ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല, അങ്ങനെ വെക്കത്തുമില്ല, കാരണം ഇവനെ വളർത്തിയത് ഞാനാ, അതൊരു കള്ളപ്പരാതി ആയിരിക്കും സാർ എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്,
കള്ളപ്പരാതിയൊന്നുമല്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇവൻ ആൻ്റണിയുടെ ഓഫീസിൽ കയറി പ്രശ്നം ഉണ്ടാക്കി, തടയാൻ ചെന്ന ഒരു പെണ്ണിനെയും തള്ളി ചതച്ചു. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവനെ ഞങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് പോലീസ് സച്ചിയുടെ കോളറിൽ പിടിച്ചിട്ട് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാണ്. സച്ചിയും ഒരുപാട് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഇതൊരു കള്ളപ്പരാതിയാണ് സാർ, ഞാൻ ആ പെണ്ണിൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല എന്ന് പറയുമ്പോഴൊന്നും പോലീസുകാർ വിശ്വസിക്കുന്നില്ല. സച്ചിയെ ലോക്കപ്പിലാക്കുവാണ്. അപ്പോൾ ഇതേ സമയം തന്നെ അച്ചമ്മക്കറിയാലോ, അച്ചമ്മ വളർത്തിയ മകനാണ് സച്ചി. ആ സച്ചി ഒരു പെണ്ണിൻ്റെ ദേഹത്തും കൈവയ്ക്കില്ലെന്ന് അച്ചമ്മക്ക് നല്ല ഉറപ്പാണ്. രേവതിയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് അച്ചമ്മ. എൻ്റെ മോളെ, ഇതൊരു കള്ളപ്പരാതിയാണ്, എനിക്കുറപ്പാണ്. ഏതാണ് ഈ ആൻ്റണി, ആരാണെന്നൊക്കെ അച്ചമ്മ ചോദിച്ചറിയുന്നുണ്ട് രേവതിയിൽ നിന്നും. അപ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ അച്ചമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്നെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് ആൻ്റണി ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചിയേട്ടൻ ഇന്നലെ ഓഫീസിൽ പോയ കാര്യമൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അച്ചമ്മ. പക്ഷെ ആ പെണ്ണിനെ തൊട്ടിട്ടില്ല, അതും എന്നോട് സച്ചിയേട്ടൻ പറഞ്ഞായിരുന്നു. അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നുവെന്നും ആ പെണ്ണ് ഇടപെട്ടതുകൊണ്ട് മാത്രം ആൻ്റണിയെ താൻ വെറുതെ വിട്ടുവെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എനിക്കറിയാം മോളെ, അവനൊരു പെണ്ണിൻ്റെ ദേഹത്തും കായ്വെക്കില്ല. ശ്രീകാന്തേ, വർഷേ വാ, നമുക്കിതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ ഇപ്പം തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജനയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുവാണ് അച്ചമ്മ. എന്നിട്ട് നേരെ അഞ്ജനയുടെ വീട്ടിലോട്ട് പോവാണ് ഇവർ 3 പേരും കൂടി. കോളിംഗ് ബെല്ലടിച്ച് കതകം തള്ളി തുറന്ന് അച്ചമ്മ അഞ്ജനയുടെ വീട്ടിൽ കയറുമ്പോഴേക്കും സുഖമായിട്ട് അവിടെ ടി വിയും കണ്ടിരിക്കുന്ന അഞ്ജനയാണ് കാണുന്നത്. അച്ചമ്മ കയറിയതും അഞ്ജനയുടെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. അഞ്ജന ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, എന്തിനാ നിങ്ങൾ തല്ലുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ എൻ്റെ മകനെതിരെ കള്ളപ്പരാതി കൊടുക്കുമല്ലേടേ എന്ന് ചോദിക്കുവാണേ. അച്ചമ്മയുടെ ശബ്ദത്തിലെ ഗാംഭീര്യമൊക്കെ കാണുമ്പോഴേക്കും അഞ്ജന പേടിച്ചു പോവാണേ. അല്ല, ഞാൻ കള്ളപ്പരാതി, നീയല്ലേ സച്ചിക്കെതിരെ കള്ളപ്പരാതി കൊടുത്തത്, നിന്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചു എന്ന്, എന്നിട്ട് എവിടെയാണ് നിന്റെ പ്ലാസ്റ്ററൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഞ്ജന ഒന്നും മിണ്ടുന്നില്ലേ. ദേ, മര്യാദക്ക് നീ വന്ന് നിന്റെ കേസ് പിൻവലിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടെ ഇട്ടൊരു തല്ലി ഒരു പരിവാക്കും, ഞങ്ങൾ ആരാന്ന്, ഞാൻ നല്ലൊരു ഒന്നാന്തര റൗഡിയാന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ പേടിപ്പിക്കുന്നുണ്ട് അച്ചമ്മയെ. എന്നിട്ട് അതും പോരാനിട്ട് നിന്റെ പേരിൽ ഞങ്ങളും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കും, കള്ളപ്പരാതി കൊടുത്ത് എൻ്റെ പാവ മകനെ ലോക്കപ്പിൽ അടച്ചു എന്ന് പറഞ്ഞിട്ട്, കാണണോ നിനക്കെന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജന പേടിക്കുവാണേ. അഞ്ജന എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻ്റണി ഒരു സഹായം ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തേ ഉള്ളൂ, എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയുന്നുണ്ട് അച്ചമ്മയെ. അങ്ങനെ അച്ചമ്മ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. അഞ്ജനയും ശ്രീകാന്തിനെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് അച്ചമ്മ മാത്രമാണ് അകത്തോട്ട് കയറിയിട്ട് SIയോട് പറയുന്നുണ്ട്, എവിടെ എൻ്റെ മകൻ, അവനെ തുറന്നു വിട്ടേ എന്ന് പറയുമ്പോഴേക്കും SI പറയുന്നുണ്ട്, എന്തിന്, അവൻ ഇനി മുതൽ ജയിലിലാണ് ഉറങ്ങാൻ പോകുന്നതെന്ന് പറയുവാണ്. അപ്പോൾ അച്ചമ്മ പറയും, അവൻ ജയിലിലല്ല, അവൻ എൻ്റെ വീട്ടിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ഒരു പരാതി തന്നാൽ ഉടനെ നിങ്ങൾ അതിൽ സത്യാവസ്ഥ അന്വേഷിക്കലൊന്നുമില്ലേ, ഇതൊരു കള്ള പരാതിയാണ് മിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയും, ഓ, നിങ്ങളെന്താ പോലീസിൽ ജോയിൻ ചെയ്തോ കള്ള പരാതിയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പോഴേക്കും അച്ചമ്മ വിളിക്കുവാണ്, ശ്രീകാന്തേ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടി അഞ്ജനയായിട്ട് വരുവാണേ. പ്ലാസ്റ്ററൊന്നുമില്ലാത്ത അഞ്ജനയെ കാണുമ്പോഴേക്കും പോലീസുകാരൊക്കെ ഞെട്ടുവാണ്. അവരെ കാണുമ്പോഴേക്കും പോലീസിന് മനസ്സിലാവുന്നുണ്ട് ഇത് കള്ളപ്പരാതിയാണെന്ന്. അപ്പോൾ കൂടുതലൊന്നും പറയാതെ അപ്പോൾ തന്നെ സച്ചിയെ ലോക്കപ്പിൽ നിന്നും തുറന്നും വിടുന്നുണ്ട്. പക്ഷെ അച്ചമ്മ വിട്ടില്ല കേട്ടോ. അച്ചമ്മ ഓടിപ്പോയി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന് ശേഷം നല്ല ഒരു ആക്ഷൻ സീനിലൊക്കെ ഇങ്ങനെ വരുവാണ്. നിങ്ങളൊക്കെ എന്തൊരു പോലീസാടോ, എൻ്റെ മകൻ്റെ കോലം നോക്കി, നിങ്ങൾ അവനെ തല്ലി ചതച്ചല്ലേ, ഇങ്ങനെയാണോ ഒരു സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് ഒരു ആളോട് പെരുമാറേണ്ടത്, നിങ്ങൾക്കെതിരെ ഞാൻ ഇതിൻ്റെ തലപ്പത്തുള്ളവർക്ക് പരാതി കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. സോറി മാഡം, ഒരു പെണ്ണ് വന്ന് പരാതി കൊടുത്തപ്പോൾ സ്ത്രീപീഡനമല്ലേ, അപ്പോൾ ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എന്തെങ്കിലും ഒരു പരാതി വന്നാൽ അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ അറിയണം, എന്നിട്ട് വേണം ആക്ഷൻ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ അവരെ പേടിപ്പിച്ച് വിറപ്പിച്ചിട്ട് സച്ചിയുടെ കയ്യും പിടിച്ച് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. അഞ്ജനയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്നും പൊട്ടിക്കരയുവാണ്, സാർ എനിക്ക് എൻ്റെ പരാതി പിൻവലിക്കണം സാർ എന്ന് പറഞ്ഞൊക്കെ ഇതാക്കുമ്പോഴേക്കും പോലീസുകാർ അഞ്ജനയെ പറയുന്നുണ്ട്, നിന്നെ പിടിച്ചാൽ ഞങ്ങളിനി ലോക്കപ്പിലിടാൻ പോകുന്നത്, വാടി ഇങ്ങോട്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, വേണ്ട, അവളെ വെറുതെ വിട്ടേക്ക്, ആ ആൻ്റണിയെ പറ്റുമെങ്കിൽ താൻ പിടിച്ച് ജയിലിടാൻ നോക്ക്, ആൻ്റണി ഇവളെ പ്രേരിപ്പിച്ചതാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ, അവൾ നിരപരാധിയാണ്, അവൾക്കെതിരെ ഞങ്ങൾക്കൊരു പരാതിയില്ല, വാ അഞ്ജനി എന്ന് പറഞ്ഞിട്ട് അഞ്ജനിയും കൂട്ടി അച്ചാമ്മ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഉടനെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.